ഞാനിപ്പോൾ നിൽക്കുന്നത് തലശ്ശേരി പുഴയുടെ ഓരത്ത് കേരള ജലഗതാഗത വകുപ്പും ടൂറിസവും ചേർന്ന് ഒരുക്കിയ ബോട്ടിയട്ടിക്ക് സമയത്താണ്. തലശ്ശേരി പുഴയ്ക്ക് ഒട്ടനവധി ചരിത്ര പ്രാധാന്യമുണ്ട്. കാരണം പഴയ കാലത്ത് വയനാട്ടിൽ നിന്നും അതുപോലെ കുടകിൽ നിന്ന് വരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ഈ പുഴയിലൂടെ കടത്തിയാണ് തലശ്ശേരി തുറമുഖത്ത് എത്തിച്ചേർന്നത്. തലശ്ശേരി പുഴ ഒരു ചെറിയ പുഴയാണെങ്കിലും വലിയ വാണിജ്യ പ്രാധാന്യം ആ കാലത്ത് ഉണ്ടായിരുന്നു. അന്ന് കണ്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുകൂടിയായിരുന്നു ചരക്കുകൾ പുഴ വഴി കടത്തി പഴയ പൊന്നോൽ തുറമുഖത്തേക്കും തലശ്ശേരി തുറമുഖത്തേക്കും അയച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കണ്ടിക്കൽ ബോട്ടിയെട്ടി കൊടുവള്ളിയിൽ നിന്നും ജലഗതാഗത മാർഗം നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. അതുപോലെ തന്നെ സഞ്ചാരികൾക്ക് ഒരു വളരെ ആനന്ദം നൽകുന്ന ഒന്നാണ്. വലിയ പക്ഷികളുടെ ഒരു ആവാസ വ്യവസ്ഥയുടെ ഒരു സ്ഥലമാണ്. ഈ പുഴയെ ഈ അടിഞ്ഞുകൂടിയിട്ടുള്ള എക്കൽ മണ്ണുകൾ നീക്കം ചെയ്യുകയാണെങ്കിൽ ജലയാനങ്ങൾക്ക് അത് ചെറിയ തോണികളെ സഞ്ചാരയോഗ്യമാക്കി നമുക്ക് ആലപ്പുഴയിലൊക്കെ ചെയ്യുന്നത് പോലെ ചെറിയ തോണികളെ സഞ്ചാരയോഗ്യമാക്കി ആ ടൂറിസ്റ്റുകളെ ഇവിടത്തേക്ക് എത്തിക്കാനും ഇത് ഈ പുഴയോരത്തിലൂടെ സഞ്ചരിക്കാനും കഴിയും. ഒന്ന് മാഹി ബൈപ്പാസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. മാഹി ബൈപ്പാസിൽ ഇറങ്ങാനും കയറാനുമുള്ള ഒരു കേന്ദ്രം ഈ കണ്ടിക്കൽ ബോട്ടിയെട്ടിക്ക് സമീപത്താണ്. ഒരു ദീർഘദൃഷ്ട്യാ നാം ഇതിനെ സമീപിക്കുകയാണെങ്കിൽ നഗരസഭയും അതുപോലെ തന്നെ ടൂറിസവും ഇവിടുത്തെ പൗരരും ഇതിനെ ഒരു ഗൗരവബുദ്ധിയാ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കണ്ടിക്കൽ ബോട്ടിയെട്ടിയെ ഒരു മികച്ച ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ കഴിയും. മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത ഇതിലേക്കുള്ള റോഡുകൾ കൺവീനിയായിട്ടുള്ള റോഡുകൾ നിർമ്മിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഇത്രയും വലിയൊരു തുക ചെലവഴിച്ച് ഇവിടെ നിർമ്മിച്ച ഈ ബോട്ടിയെട്ടിയെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റാനും ആളുകളെ ഇവിടെ എത്തിക്കാനും പറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.